വയനാട്ടിൽ സർക്കാർ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ച വീട്ടിൽ വിഷുവിന് മുൻപ് ആളുകൾ താമസിച്ചു തുടങ്ങുമെന്ന് മന്ത്രി കെ രാജൻ. നിർമ്മിച്ച വീടുകളെക്കുറിച്ചല്ല അതിലെ പ്ലഗുകളെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. നിർമ്മാണത്തിന് അനുമതി കിട്ടാതെയാണ് കോൺഗ്രസ് തറക്കല്ലിട്ടത്. പുനർനിർമ്മാണത്തിന് കോൺഗ്രസ് ഇട്ട കല്ല് പോലും കാണാനില്ലെന്നും മന്ത്രി കെ രാജൻ പരിഹസിച്ചു. വയനാട്ടിലെ വീടുകളും ഒരു ചർച്ചാ വിഷയമാണല്ലോ. അപ്പോൾ കോൺഗ്രസിന്റെ വീട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഈ ഇടയ്ക്ക് സർക്കാർ കൊടുത്ത വീടുകളിൽ തന്നെ പണി പൂർത്തിയായില്ല എന്ന ചില ആരോപണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെന്ന്? പണി പൂർത്തിയായില്ല എന്ന് പറയുന്നത് എന്ത് പൂർത്തിയായില്ല എന്നാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ പൂർത്തിയായിട്ടില്ല എന്നാണോ? അത് ഒരു പൂർത്തിയാകാൻ പ്രയാസമില്ല. അവിടുത്തെ 178 കുടുംബങ്ങളുമായി കളക്ടർ നേരത്തെ സംസാരിച്ചതാണ്. അവർക്ക് ഏതു സമയത്താണ് താമസിക്കാൻ തയ്യാറാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നോക്കിയതാണ്. ഞാൻ ആ വീടുകളിലെല്ലാം പോയി. സാധാരണ നിലയിൽ താമസിക്കാൻ ഒരു പ്രതിസന്ധിയും പ്രയാസമില്ല. പക്ഷേ അവരുടെ ഫുൾ ഫിനിഷിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അവരുടെ കൂടി ഇംഗിതങ്ങൾ കേട്ടും കണ്ടു. അതുകൊണ്ട് അവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീടുകൾ എല്ലാവരും കണ്ടു, എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ വീടുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ചില പോരായ്മകളുണ്ടെങ്കിൽ അത് തീർക്കാൻ ആവശ്യമായിട്ടുള്ള സമയം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ നിർമ്മിച്ച വീടുകളെ കുറിച്ചല്ല, അതിനകത്തിരിക്കുന്ന പ്ലഗിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങൾക്ക് പോലും അജണ്ട ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് മുകളിൽ നിൽക്കുന്നു. ഇത്രയേറെ വലിയൊരു അനുഭവം ഞാൻ ന്യൂസ് 18 പ്രതിനിധിയോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ദുരന്തബാധിതരായ മനുഷ്യർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു നഗരം എന്ന കൺസെപ്റ്റ് ചർച്ച ചെയ്യുകയോ തയ്യാറാക്കുകയോ ചെയ്തിട്ടുണ്ടോ? മുന്നനുഭവങ്ങളില്ലാത്തൊരു ചുമതലയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ആ മുന്നനുഭവങ്ങളില്ലാത്ത ചുമതല കൃത്യമായി പൂർത്തീകരിച്ചു. അവിടെ ഇനി അതിനകത്ത് 1, 2, 3, 4 ഒക്കെ ആയിട്ടുള്ള വീടുകളുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിഷുവിന് മുമ്പ് ആളുകൾ അവിടെ താമസിച്ചു തുടങ്ങും. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ പരിഹരിക്കും. ഇതൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള ഗൗരവമല്ലാത്ത വിഷയമാണ്. നിങ്ങൾ പക്ഷെ ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഏറ്റവും ചുരുങ്ങിയത് ഈ ദുരന്ത ഭൂമിയിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി കോൺഗ്രസ് ഇട്ട കല്ലെങ്കിലും കാണണ്ടേ? എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ദുരന്തബാധിതരായ മനുഷ്യർക്ക് വേണ്ട എൻ്റെയോ നിങ്ങളുടെയോ വീടിന് തറക്കല്ലിടപ്പോഴാണ് പഞ്ചായത്തിലൊരു പ്ലാൻ കൊടുത്ത് പ്ലാൻ അപ്രൂവ് ചെയ്ത് ആ പ്ലാനിൽ പിന്നെ പഞ്ചായത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള അനുമതി കിട്ടിയതിന് ശേഷമാണല്ലോ നമ്മളൊക്കെ തറക്കല്ലിടുക. അല്ലാതെ തറക്കല്ലിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചാൽ ഞങ്ങളത് പ്ലോട്ട് തിരിക്കുകയാണെന്ന് പറഞ്ഞൊരു പ്ലാനുണ്ടോ? അതിനൊരു പ്ലാനുണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്, ഇന്ന മോഡൽ വീട്, അതിവിടെ പണിയുന്നു, എത്ര വീട് ഇവിടെ. ഇതിനേതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.